ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈസ്റ്ററിന് വീട്ടിൽ പോയാൽ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് തിങ്കളാഴ്ചത്തെ വ്ളോഗാണ്. രാവിലെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ദിവസം അങ്ങോട്ട് ആരംഭിച്ചു. മുറ്റത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ചാമ്പ മരത്തിലൊക്കെ നിറയെ ചാമ്പൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മ കുറേ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വീട്ടിൽ. അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എവിടെ പോയാലും ഒരു ചെടിയുടെ തൈയെങ്കിലും കയ്യിൽ കരുതിയിട്ടുണ്ടാവും അമ്മ. അപ്പോൾ അങ്ങനെ ആ ചെടികളൊക്കെ കണ്ട് കുറച്ച് നേരം മുറ്റത്തെ കൂടെയൊക്കെ നടന്ന് അതൊരു സന്തോഷമാണ് കേട്ടോ. രാവിലെ തന്നെ ഈ പച്ചപ്പും ഹരിതാഭയൊക്കെ കാണുമ്പോൾ നമ്മൾ മലയാളികളുടെ ഉള്ളിൽ ഒരു കുളിർമയൊക്കെ വരയ്ക്കും. തൊട്ടപ്പുറത്ത് പാടമൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നോക്കി ഇങ്ങനെ നിന്ന് കുറച്ച് നേരം. അങ്ങനെ നോക്കിയപ്പോൾ മുറ്റത്ത് മൊത്തം ചവറായിരുന്നേ. അപ്പം അതങ്ങ് അടിച്ച് വാരി കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെയല്ല, അതെല്ലാം തൂത്തുവാരി വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേനും കെട്ടിയോൻ വർക്ക്ഷോപ്പിലേക്ക് പോയി. അപ്പോൾ ഇന്ന് വീട്ടിലാരും ഇല്ല കേട്ടോ. അപ്പയും അമ്മയും കൂടി ഒരു 40 കൂടാൻ പോയേക്കാണേ. അപ്പം ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. മുറ്റമൊക്കെ തൂത്തുവാരിയിട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞാവ് എണീറ്റിട്ടുണ്ടായിരുന്നു. അവനെ എടുത്തുകൊണ്ട് വീണ്ടും പുറത്തേക്ക് വന്ന് കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നിന്നു. അപ്പോൾ അടുത്ത് പശുവും കൊക്കുമൊക്കെ ഉണ്ടേ. അത് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞി എണീറ്റു. കുഞ്ഞിക്ക് ഇന്ന് അംഗൻവാടി ഉണ്ട്, അംഗൻവാടിയിൽ പോകണം. പൊന്നൂസാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പോൾ മുതൽ എൻ്റെ പുറകെ കിടക്കുന്നതാണ്. അങ്ങനെ കുഞ്ഞിനെയെല്ലാം പറഞ്ഞു വിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ 10 മണിപ്പൂക്കളെല്ലാം വിരിഞ്ഞ് നിൽക്കുന്നു. ഇതൊക്കെ അമ്മ നട്ടുപിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്ന് അതൊക്കെ കാണാനായിട്ട്. എനിക്ക് ഈ നടലും നനയ്ക്കലും ഒന്നും അത്ര താല്പര്യമുള്ള വിഷയമല്ലെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഇരുന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനിരുന്നില്ല. കുറേ സമയം പോയി. എന്ത് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ആവുന്നുണ്ടായിരുന്നില്ല. പലതവണ ട്രൈ ചെയ്തതല്ല, നെറ്റും തോന്നി. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പോയി കുളിച്ചു. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും എല്ലാവരും തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനും ചേട്ടായും കൂടി ഒന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. കുഞ്ഞിൻ്റെ പിറന്നാളാണ് 24-ാം തീയതി. 1 വയസ്സാവുകയാണ് അവന്. അപ്പോൾ പിറന്നാളിൻ്റെ ഫംഗ്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹോള് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. നമ്മൾ പരിചയത്തിലുള്ളൊരു ചേട്ടൻ്റെയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിയുടെ പിറന്നാൾ നമ്മൾ ഇവിടെ തന്നെയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കുറച്ച് നാളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന കാരണം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് വന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് ഓക്കെ ആയിരുന്നു കേട്ടോ. അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് പൊടി ഉണ്ടായിരുന്നു, ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ചുറ്റി തിരിഞ്ഞ് നിന്നപ്പോൾ കെട്ടിയവൻ്റെ കൂടെ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഗൗരവത്തിൽ. വേറെ ഒന്നുമല്ല, ഞാൻ നല്ല കോലത്തിലല്ല നിൽക്കുന്നത്, എന്നെ ഇപ്പോൾ വീഡിയോയിൽ കാണിക്കണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ചിരിക്കില്ലേന്ന് ചോദിച്ചപ്പോൾ ചിരിച്ച് കാണിക്കാൻ കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പോരുന്ന വഴിക്ക് കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വന്നു. രാവിലെ കുഞ്ഞ് ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിട്ടാണ് പോയത്. ആൾക്ക് അംഗൻവാടി പോകാൻ ഭയങ്കര മടിയായിരുന്നു ഇന്ന്. അപ്പോൾ ആ സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തു. അവർ ഹാപ്പിയായി. അതൊക്കെ കഴിഞ്ഞ് അമ്മയായിട്ടൊക്കെ കുറേ നേരം വർത്താനം പറഞ്ഞിരുന്ന സമയം പോയി. സന്ധ്യയായി കഴിഞ്ഞപ്പോൾ അപ്പയും ചേട്ടായും എല്ലാം തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിരുന്നു. കാച്ചിൽ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും കട്ടൻ കാപ്പിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് കുറേ നാളായി. കാച്ചിലൊക്കെ കുറേ നാളായി കഴിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ പഴയ ഓരോ കഥകളൊക്കെ പറഞ്ഞ് വട്ടം കൂടിയിരുന്ന് ചായയൊക്കെ കുടിച്ചു. ഞങ്ങളുടെ വീട്ടിൽ ഈ ചായ കുടിക്കുന്ന നേരമാണ് കേട്ടോ. എല്ലാവരും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതൊക്കെ, നമുക്ക് വിശേഷങ്ങളൊക്കെ പറയുന്നതൊക്കെ നമ്മൾ ഈ ഒരു സമയത്താണ്. ചായയുടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പതുക്കെ ചോറൊക്കെ കൊണ്ട് അവിടുന്ന് പോരാൻ തുടങ്ങി കേട്ടോ. കുറച്ച് നേരം സംസാരിച്ചിരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.